മാത്രമാണ് നമുക്ക് ആരോഗ്യകരമായിട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം എപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലിയിലും ആ അസുഖത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ പ്രതിഫലിക്കും. അപ്പൊ അതിൽ നിന്നുള്ള റിസൾട്ട് നമുക്ക് വളരെയധികം തന്നെ നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് നമ്മുടെ ആ ഇമ്പ്രൂവ്മെന്റ് എത്തുകയില്ല. അപ്പൊ നമുക്ക് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കണം. നമ്മുടെ ജോലി, നമ്മൾ ഒരു ലക്ഷ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നുണ്ടോ ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടി, ആ കാര്യക്ഷമതയിലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ ശരീരം ആദ്യം തന്നെ ആരോഗ്യകരമായിരിക്കണം. എന്നാൽ മാത്രമാണ് ആ ശരീരം അങ്ങനെയുണ്ട് എന്നുള്ളൊരു ആശ്വാസത്തിൽ സമാധാനമായിട്ടും മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാതെയും നമ്മുടെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ആക്കിയിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും പ്രധാനം മനുഷ്യന് ആരോഗ്യമാണ്. അപ്പോൾ ആ ആരോഗ്യം എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. പിന്നെ സെൽഫ് ഡിപ്പെൻഡൻസി എന്നുള്ളത് സ്വയം പര്യാപ്തത. ഈ സ്വയം പര്യാപ്തത എല്ലാ ഫീൽഡിലും ഉണ്ട്. അതായത് ഒരു വീട്ടിൽ ഒരു ജോലി ചെയ്യുമ്പം എല്ലാവരും പറയും അടുക്കള ജോലി അമ്മയ്ക്ക്, വെളിയിലെ ജോലി അച്ഛന്. പക്ഷെ അങ്ങനെയല്ല, എല്ലാവരും എല്ലാ ജോലിയും, കുട്ടികളാണെങ്കിലും പെൺകുട്ടികളോട് വേറെ ജോലി പറയും, ആൺകുട്ടികളോട് വേറെ ജോലി പറയും. അങ്ങനെയല്ല, എല്ലാ കുട്ടികളും എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കണം. അത് ഒരു സ്വയം പര്യാപ്തതയുടെ ഒരു ലെവലാണ്. പക്ഷെ ഈ ഭാരതത്തിൽ നമ്മളിപ്പോൾ സ്വയം പര്യാപ്തത എന്ന് പറയുന്ന എല്ലാ കാര്യവും, അതായത് നമുക്ക് പല കാര്യങ്ങളും നമുക്കിപ്പം വേറെ ഇടത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. മൾട്ടിനാഷണൽ കമ്പനിയാണ് എല്ലാ സംഗതികളും നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ നമ്മുടെ ഭാരതത്തിൽ തന്നെ എല്ലാം പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കുക, അതും ഏറ്റവും ആരോഗ്യകരമായിട്ട് ഉപയോഗിക്കുക. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ, അതായത് ഭാരതത്തിലെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഭാരതം ഒരു സ്വയം പര്യാപ്തതയിലേക്ക് വരണം എന്നുള്ള കാര്യത്തിലേക്ക് TCG ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഈ സ്വയം പര്യാപ്തത. നമുക്ക് പിന്നീടുള്ളത് വിമൻ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണം. സ്ത്രീ ശാക്തീകരണം എന്നുള്ളതിന് നമുക്കിപ്പോൾ പണ്ട് കാലത്ത് തന്നെ നമുക്ക് പറയാം, സ്ത്രീകളെ അധികം വെളിയിലൊന്നും പോകാൻ സമ്മതിച്ചിരുന്നില്ല. എല്ലാം ഒരു മെയിൽ ഡോമിനേറ്റഡ് ഫീൽഡാണ്. ഇപ്പോഴും നോക്കിയാലും എല്ലാവരും പറയുന്നുണ്ടെങ്കിലും നമുക്ക് പലയിടത്തും നമുക്ക് കാണാം ഒരു അവരവരുടെ വ്യക്തിത്വത്തിന് അല്ലെങ്കിൽ അവരവരുടെ പെർഫോമൻസിന് അനുപാതികമായിട്ടുള്ള ഒരു പൊസിഷൻ ഒരു സ്ത്രീക്ക് ഒരിക്കലും കിട്ടുന്നില്ല. പലയിടത്തും അവരെ തഴിച്ച് താത്താനുള്ള ശ്രമങ്ങൾ എല്ലാ ഫീൽഡിലും നടക്കുന്നുണ്ട്. എല്ലാ ജോലി സംബന്ധമായ കാര്യങ്ങളിലും അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതില് നമുക്ക് വിമൻ എംപവർമെന്റ് എന്ന് പറയുന്നത് ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ, ആഫ്രിക്കയിൽ ഒരു പ്രോവർബ് ഉണ്ട്, ഇഫ് യു എഡ്യൂക്കേറ്റ് എ മാൻ യു എഡ്യൂക്കേറ്റ് ആൻ ഇൻഡിവിജ്വൽ, ബട്ട് ഇഫ് യു എഡ്യൂക്കേറ്റ് എ വുമൺ യു എഡ്യൂക്കേറ്റ് എ നേഷൻ. അതായത് ഒരു പുരുഷന് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് അയാൾക്ക് മാത്രമാണ് പ്രയോജനം, അതുകൊണ്ട് വേറെ ഒരാൾക്കും പ്രയോജനമില്ല. അറ്റ്ലീസ്റ്റ് അയാൾ ടീച്ചിങ് ജോബിൽ പോയാൽ ചിലപ്പോൾ അങ്ങനെ കുറച്ച് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാമായിരിക്കാം. പക്ഷെ ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ, ഒരു സ്ത്രീക്കാണ് കൂടുതൽ അറിവ് കിട്ടുന്നതെങ്കിൽ, ആ സ്ത്രീ കാരണം അവളുടെ കുട്ടികൾക്ക്, ഇപ്പം ജോലിക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ഒരു 10ാം ക്ലാസ് വരെ പഠിച്ച ഒരു ലേഡി ആണെങ്കിലും അവരുടെ വിദ്യാഭ്യാസം, അവരുടെ അറിവ് അവരുടെ കുട്ടികളിലേക്ക് അവർ പകർന്നു കൊടുക്കുന്നുണ്ട്. അപ്പൊ എത്രത്തോളം ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും, ഏതൊക്കെ ഫീൽഡിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും, അത്രയും തന്നെ നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുക. ആ സ്ത്രീ കാരണം അവരുടെ കുട്ടികൾ എന്ന എല്ലാ സ്ത്രീകളുടെയും അവർ കുട്ടികളിൽ നോക്കുന്നത് സ്ത്രീകളാണ് കൂടുതലും. അപ്പൊ അവരിൽ നിന്നുമാണ്, അമ്മയിൽ നിന്നുമാണ് കുട്ടികൾ ഓരോന്ന് കൂടുതലും പഠിക്കുന്നത്. അച്ഛൻ അത്രയും പറഞ്ഞു കൊടുക്കാനുള്ള സമയമോ സാഹചര്യമോ അല്ലെങ്കിൽ ആ ഒരു മനസ്ഥിതിയോ ചിലപ്പം ഉണ്ടായെന്ന് വരില്ല. ജോലി തിരക്കായിരിക്കാം. നമ്മൾ പറയുന്നുണ്ട് വെളിയിൽ അച്ഛൻ ജോലി ചെയ്ത് വന്ന് അച്ഛന് ക്ഷീണമാണ്, അച്ഛൻ അവിടെ കിടക്കട്ടെ, എന്താ പറയണ്ടേ, ഹോംവർക്ക് ചെയ്യാൻ എപ്പോഴും അമ്മയെ ഹോംവർക്ക് ഉണ്ട്, എല്ലാ കുട്ടികളും അമ്മയുടെ പുറകെയാണ്. അപ്പൊ അങ്ങനെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം വേണ്ടത്. അങ്ങനെ വരുന്ന സ്ത്രീകളുടെ വിദ്യാഭ്യാസം നമ്മൾ ഒരിക്കലും തടസ്സപ്പെടുത്തരുത്. എല്ലാ ഫീൽഡിലും സ്ത്രീകളെ മുന്നിട്ട് നിൽക്കണം. അപ്പൊ അവർക്ക് ഒരു സ്വയം പര്യാപ്തത. പിന്നെ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ഈ സ്ത്രീകൾക്ക് വീട്ടിലിരിക്കുകയാണെങ്കിലും അവർക്കൊരു ജോലി ചെയ്ത് സ്വയം സമ്പാദിക്കാനുള്ള ഒരു കഴിവ് വരുത്തുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ RCMന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഏറ്റവും നല്ല ലക്ഷ്യമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എപ്പോഴും നമുക്ക് കാണാം എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അച്ഛനോട് ചോദിക്കണം. നമുക്ക് സ്വയം വരുമാനമൊന്നുമില്ല. ആ സമയത്തൊക്കെയാണ് നമ്മൾ പറയും എന്തെങ്കിലും ആണെങ്കിലും അച്ഛനോട് തന്നെ ചോദിക്കണം. അപ്പം ഞാൻ ചോദിക്കാം, അമ്മ എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല? കാരണം എൻ്റെ സ്കൂളിൽ ഇഷ്ടംപോലെ ലേഡി ടീച്ചേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ ജോലിക്ക് പോവാം, അമ്മയ്ക്ക് കുറെ അറിവുകളുണ്ട്, അതുകൊണ്ട് അമ്മ എന്തുകൊണ്ട് ടീച്ചറായില്ല? അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു കാലഘട്ടം. ഇപ്പൊ നമുക്ക് വീട്ടിലിരുന്ന്
ജോലി എന്ന് വെളിയിൽ പോയി ജോലി ചെയ്യാതെ തന്നെ സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തത നേടാനുള്ള ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് നമ്മുടെ RCM. അപ്പോൾ TCG നമുക്ക് തന്നിരിക്കുന്ന ഈ RCMന്റെ ലക്ഷ്യങ്ങൾ ഏറ്റവും മഹത്തരം എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു ലക്ഷ്യമുണ്ട്, നവഭാരത നിർമ്മാണം. ഇത് മൂന്നും കൂടിയാൽ മാത്രമേ നമുക്ക് പുതിയ ഒരു ഭാരതം, നല്ല രീതിയിലുള്ള ഒരു ഭാരതം, ആരോഗ്യകരമായ ഭാരതം, സാമ്പത്തിക സ്വാതന്ത്ര്യം, അതായത് സ്വയം പര്യാപ്തമായ ഒരു ഭാരതം, ആ ഭാരതത്തിൽ എല്ലാ പുതിയ ജനറേഷൻ, എല്ലാ ജനറേഷനും, അടുത്ത് വരുന്ന എല്ലാ ജനറേഷനും നല്ലതുപോലെ വിവരവും വിദ്യാഭ്യാസവും വിവേകവും ഉള്ളവരായി മാറി, നല്ല സ്വഭാവമുള്ളവരായി മാറി, നല്ലൊരു നവഭാരതം നിർമ്മിക്കാനായിട്ട് നമ്മുടെ RCM നമ്മളെ മുന്നോട്ട് നയിക്കും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, നല്ല ഒരു വർഷം ആശംസിക്കുന്നു. താങ്ക് യു.